നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയം അറ്റാക്ക് ചെയ്യണം എന്നൊരു തീരുമാനം അവരെടുക്കുന്ന സമയത്ത് റാവൽപിണ്ടിയിലെ സ്റ്റേഡിയത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞു വീഴുന്നുണ്ട്. പാകിസ്ഥാന്റെ നിർണായകമായ എയർബേസിൽ കയറി അടിച്ചു. പാകിസ്ഥാന്റെ ലാഹോറിലുള്ള ഏരിയൽ ഡിഫൻസ് സിസ്റ്റം, വ്യോമ പ്രതിരോധ സംവിധാനത്തെ നമ്മൾ താറുമാറാക്കി. അവിടെയുള്ള ബാറ്ററി സിസ്റ്റം അടിച്ചു ദൂരെ കളഞ്ഞു. 3 എയർബേസുകളിലെ റഡാർ സംവിധാനം തകർത്തു. ഇന്ന് ഏതൊരു കൊച്ചുകുട്ടിക്കും അതിർത്തിയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക്, പഞ്ചാബിലേക്കോ ലാഹോറിലേക്കോ ഒരു ഡ്രോൺ പറത്തിയാൽ അത് തിരിച്ചറിയാനുള്ള ശേഷി ഉടൻ പാകിസ്ഥാന് കിട്ടില്ല. അതിന് പാകിസ്ഥാൻ റിപ്പയർ ചെയ്തെടുക്കണം. ആ അവസ്ഥയിലേക്ക് എത്തിച്ചു. നമ്മുടെ എല്ലാ പൈലറ്റുമാരും സുരക്ഷിതരായി തിരികെ എത്തി എന്നുള്ളതാണ്. അത് പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യയിൽ നിന്ന് തന്നെ ആ മിസ്ഇൻഫർമേഷൻ പോവുകയാണ്. നമ്മുടെ ഒരു പൈലറ്റിനെ, ഒരു വനിതാ പൈലറ്റിനെ പിടിച്ചു വെച്ചിരിക്കുന്നു. അതിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യമുണ്ടല്ലോ. യഥാർത്ഥത്തിൽ പാകിസ്ഥാനൊപ്പമാണോ ഈ ആളുകൾ എന്ന് തോന്നിപ്പോകുന്ന ഒരു പ്രാധാന്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എയർക്രാഫ്റ്റുകൾ വീഴ്ത്തിയോ? അതായിരുന്നല്ലോ പ്രധാനപ്പെട്ട ചോദ്യം. എയർക്രാഫ്റ്റുകൾ വീഴ്ത്തി, ഡൗൺഡ് എന്നത് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. പാകിസ്ഥാന്റെ ഫൈറ്റർ ജെറ്റ്സ് അടക്കം വീഴ്ത്തി എന്നുള്ളതാണ്. അതിർത്തി കടക്ക് മുൻപ് തകർത്തതുകൊണ്ട് ഇവിടെയുള്ള ഇനിയും കാര്യങ്ങൾ മനസ്സിലാകാത്ത ആളുകൾക്കായി ആ റക്കേജ് എടുത്ത് കാണിക്കാൻ കഴിയില്ല. കാരണം പാകിസ്ഥാനിലാണ് അത് വീണ് കിടക്കുന്നത്. പാകിസ്ഥാന് വേണമെങ്കിൽ, പാകിസ്ഥാൻ മാധ്യമങ്ങളൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അതിൽ പോയി നോക്കിയാൽ ആ റക്കേജ് ഒക്കെ ഇപ്പോൾ അവർ കാണിക്കുന്നുണ്ടാകും. 35 മുതൽ 40 വരെ പാക് സൈനികരെ വധിച്ചിട്ടുണ്ട് എന്നതാണ്. അതിൽ ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട് എന്നതിലും ഇന്ന് ഇപ്പോൾ DGMO സൂചന നൽകിയിട്ടുണ്ട്. ഇതിനിടയിൽ പൊലിഞ്ഞുപോയ 5 ജീവനുകളുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ ധീരരായ 5 ധീര ജവാന്മാർക്ക് വീരമൃത്യു സംഭവിച്ചിട്ടുണ്ട്. ആ 5 പേരുടെയും വീരമൃത്യു എന്ന് പറയുന്നത് വീട്ടിലേക്ക് മിസൈൽ വരുന്നത് നോക്കിയിരുന്ന ആളുകൾക്ക് വേണ്ടി കൂടിയാണ് ആ ജീവനുകൾ പൊലിഞ്ഞത്.